പ്രിയരെല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരട്ടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ഒരു വ്യാജ ഡോക്ടർ. ഈ ഡോക്ടറിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു, ഒരു 3 മാസം മുമ്പ് ചെയ്തിരുന്നു. പേര് തന്നെ പറയാം, ഡോക്ടർ രാജു എന്നാണ് പേര്. നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിനെതിരായിട്ട് കോടതി വിധികളെ കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീഡിയോ ഇട്ടില്ല. ഹൈക്കോടതി പരാതിപ്പെട്ടു, പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോൾ ചാനലിൻ്റെ പേർക്ക് വേറെ പരാതികൾ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഇവർ പറയുന്ന രീതിയിലുള്ള പരാതികളില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ചാനലിൽ പൂട്ടിക്കാനായിട്ട് യൂട്യൂബിനെതിരായിട്ടും അതുപോലെ തന്നെ ക്രോമിനെതിരായിട്ടും പരാതികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉന്നയിച്ചു. ഇതൊന്നും നടപടി ഉണ്ടായില്ല. കാരണം ഈ ഡോക്ടറുടെ ഈ രാജു എന്ന ഡോക്ടർ സ്വന്തം കുടുംബത്തിലെ പുള്ളിയുടെ പെരുമാറ്റങ്ങൾ, ഭാര്യയോടും മക്കളോടും കാണിക്കുന്ന ക്രൂരമായ ആ പെരുമാറ്റങ്ങൾ, തുണി പൊക്കി വീടിൻ്റെ ഇറയത്തിരിക്കുക, മക്കളെ തുണി പൊക്കി കാണിക്കുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പം ഇങ്ങനെയൊക്കെ സ്വഭാവ വൈകൃതങ്ങളുള്ള ഒരു ആൾ ഡോക്ടറാണോ എന്നുവരെ നമ്മൾ ആരും ചിന്തിച്ചു പോകും. അതുതന്നെയാണ് ഞങ്ങളെ ഈ കൂടുതൽ ഇതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാനായിട്ട് ഈ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും അതുപോലെ തന്നെ സിറിയക്കേട്ടനും ഇപ്പോൾ 90 ദിവസം ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ടു. കാരണം ഇതിൻ്റെ അന്വേഷണ കാര്യങ്ങളൊക്കെ മുറുകി ഈ കാര്യങ്ങളുടെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടണമല്ലോ. ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സിറിയക്കേട്ടൻ പറയും. ഇതിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ സിജോ മാത്യു ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡിറ്റക്റ്റീവ് ന്യൂസ് കേരള എന്ന ചാനൽ പൊതുസമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പൊതുസമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ പൊതുസമൂഹത്തിനെ അറിയിക്കുന്ന ഒരു ചാനലായതുകൊണ്ട് തന്നെ ഈ രാജീവ് മാത്യു അദ്ദേഹം കൂത്താട്ടുകുളത്ത് ഡെൻ്റൽ ക്ലിനിക്ക് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ് സ്വാഭാവികമായിട്ടും ആദ്യം ഡിറ്റക്റ്റീവ് ന്യൂസ് കേരള ഒരു വീഡിയോസ് പുറത്തുവിടുന്നത്. അത് വളരെ ക്രിട്ടിക്കൽ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഭാര്യയും അദ്ദേഹത്തിൻ്റെ 3 മക്കളും, ഏറ്റവും നല്ല 3 കുട്ടികളും, അവർ ഏകദേശം ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിൻ്റെ വക്കത്തെത്തി നിന്ന സാഹചര്യത്തിലാണ് അങ്ങനെയൊരു വീഡിയോസ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കേണ്ടതായിട്ട് വന്നത്. അതിനകത്ത് ഒരു പരാമർശം, ഇയാൾ വല്ല വ്യാജ ഡോക്ടറൊക്കെ ആണോ, ഈ രീതിയിലൊക്കെ ഒരു മനുഷ്യനിങ്ങനെ പ്രവർത്തിക്കുമോ എന്നുള്ളൊരു വാക്ക് വന്നത് പുള്ളിക്ക് ഭയങ്കര അപകീർത്തികരമായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാലാ സബ് കോർട്ടിൽ പിന്നെ കേസ് ഫയൽ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു ഇൻ്ററിംഗ് ഓർഡർ കോടതിയിൽ നിന്ന് അയാൾ സമ്പാദിച്ചു. അതായത് ഡിറ്റക്റ്റീവ് ന്യൂസ് കേരള ഈ വ്യക്തിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള വീഡിയോ ഇനി ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതോടുകൂടി തൽക്കാലം നമ്മൾക്ക് ആ വ്യക്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയും മക്കളും അവരുടെ ഒരു വളരെ ദയനീയമായൊരു അവസ്ഥയിൽ നിന്ന് അവരെ എങ്ങനെയെങ്കിലും കൈപിടിച്ച് ഉയർത്തുക. അതിന് 2 കണ്ടൻറ്റ് അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അത് പൊതുസമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ചുങ്കം ഷൈനി എന്നറിയപ്പെടുന്ന ഷൈനിയും 2 കുട്ടികൾ ഏറ്റുമാനൂർ 2025 ഫെബ്രുവരി മാസം 28-ാം തീയതി വെളുപ്പിന് ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഒരു കേസും, അതുപോലെ തന്നെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള നീറിക്കാട് തൊണ്ണമ്മാക്കൽ ജിമ്മിയുടെ ഭാര്യയായിരുന്ന അഡ്വക്കേറ്റ് ജിസ്മോളും 2 കുട്ടികളും പുഴയിൽ വീണ് മരിച്ച ആ 2 സംഭവങ്ങളും. അപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാ ലോകത്തുള്ള സകല മാധ്യമങ്ങളും അത് ഭയങ്കരമായിട്ട് വീഡിയോസ് എടുക്കും, പൊതുസമൂഹത്തെ അറിയിക്കും. പക്ഷേ അതിനു മുമ്പ് ഈ വക്കിലെത്തി നിൽക്കുന്നവരെ എങ്ങനെയെങ്കിലും കൈപിടിച്ചൊന്ന് കരയ്ക്ക് കയറ്റുക, അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അതുതന്നെയാണ് ഡിറ്റക്റ്റീവ് ന്യൂസ് കേരള എന്ന ചാനൽ ഈ ഒരു വ്യക്തിയുടെ, അതായത് ഈ രാജീവ് മാത്യു എന്ന വ്യക്തിയുടെ ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യത്തിനകത്ത് ഒരു വീഡിയോ ചെയ്യാനുണ്ടായത്. ഇങ്ങനെ ഒരു ഇത്രയും നാൾ കുറേ വർഷങ്ങളായി ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ 10 വർഷത്തോളമായി. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളെ അപ്പ കൊല്ലാൻ മടിക്കില്ല, ഞങ്ങളെ 3 മക്കളെയും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മൃതദേഹം ഈ മരങ്ങാട്ടുപള്ളിയിലെ മേൽവട്ടം വീട്ടിൽ കണ്ടാൽ അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് സൂയിസൈഡ് അല്ല, ഞങ്ങളെ കൊന്നതാണ്. അത്രയും എനിക്ക് പറയാൻ. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് ഈ രാജീവ് മാത്യു എന്ന വ്യക്തി MDS, അതായത് മാസ്റ്റർ ഡെൻ്റൽ സർജൻ എന്ന ലേബലിലാണ് അറിയപ്പെട്ട് 20 വർഷക്കാലമായി കൂത്താട്ടുകുളത്ത് ക്ലിനിക്ക് നടത്തുന്നു. കൂടാതെ കൂത്താട്ടുകുളത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റൽ, ദേവമാതാ ഹോസ്പിറ്റലിൽ സ്പെഷ്യലിസ്റ്റായിട്ട് അദ്ദേഹം ഡെൻ്റൽ സർജനായിട്ട് അവിടെ ഇടയ്ക്കെല്ലാം സേവനം അനുഷ്ഠിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവ വൈകൃതങ്ങളും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പൊതുസമൂഹത്തിലുള്ള ആറ്റിറ്റ്യൂഡും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട്, ഇയാളൊരു
ഡോക്ടർ തന്നെയാണോ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇവരുടെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ അസോസിയേഷൻ ഒരു ലെറ്റർ ഞങ്ങൾ അയച്ചു, മെയിലായിട്ടാണ് അയച്ചത്. ഇതിൻ്റെ ഒരു നിജസ്ഥിതി ഞങ്ങൾക്ക് തരണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ യാതൊരു റെസ്പോൺസിബിലിറ്റി അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അതായത് എൻ്റെ പേര് NC കുര്യൻ, പുള്ളിപ്പേര് സിറിയക്ക്. ഞങ്ങൾ ജോയിൻ്റായിട്ടാണ് ഡിറ്റക്റ്റീവ് ന്യൂസ് കേരള അസോസിയേറ്റ് ഇത് പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹം ഇവിടുന്ന്, അതായത് കൂത്താട്ടുകുളത്ത് നിന്ന് 100 കിലോമീറ്റർ ദൂരെയുള്ള എൻ്റെ തറവാട്ട് വീട്ടിൽ ചെന്ന് ഒരു വ്യാജനായിട്ട്, വ്യാജൻ മീൻസ് ഇദ്ദേഹം ഏതോ ഒരു ഇൻഷുറൻസിൻ്റെ മെയിൻ ആളാണ്, എന്നെ കാണണം, ഞാൻ എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഒരു ഞായറാഴ്ച എൻ്റെ തറവാട്ട് വീട്ടിൽ ചെല്ലുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് ഡൗട്ട് തോന്നി. കാരണം ഞാൻ അവിടെയല്ല താമസിക്കുന്നത് ഇപ്പം നിലവിൽ. നൗ റിസൈഡിങ് അറ്റ് വൈറ്റില, എറണാകുളം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ എൻ്റെ ഇളയ അനിയൻ എന്നെ ഫോൺ ചെയ്തു, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, എന്താ സംഭവം എന്നറിയില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാൾ അവിടെ വരാനായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഫോൺ കൊടുക്കാനായിട്ട് അനിയൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ അവിടുന്ന് ഇറങ്ങി വളരെ സ്പീഡിൽ, ഒരു കുന്നം പ്രദേശമാണ്, ഹൈ റേഞ്ചാണ്, അവിടുന്ന് ഇയാൾ വണ്ടി ഇട്ടിരിക്കുന്നിടത്തേക്ക് ഓടി വണ്ടിയിൽ ചെന്ന് കയറി വണ്ടി വിട്ടു പോയി. അപ്പോൾ ഇയാളുടെ കൂട്ടത്തിൽ വേറെ കുറേ പേരും കൂടെ ഉണ്ടായിരുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനുശേഷം ഇതെന്താണ് സംഭവം എനിക്കും ഡൗട്ട് വന്നു, അനുജനും ഡൗട്ട് വന്നു. അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ഇയാളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ കൂത്താട്ടുകുളത്ത് ഈ ഡെൻ്റൽ കെയർ ക്ലിനിക്ക് നടത്തുന്ന രാജീവ് മാത്യു എന്ന ഡോക്ടറാണെന്നുള്ളത് മനസ്സിലായത്. ഞങ്ങൾ ഇതുപോലെ തന്നെ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു. അതായത് കേരള ഡെൻ്റൽ കൗൺസിലിൽ ഈ വ്യക്തി MDS ഡിഗ്രി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, മാസ്റ്റർ ഡെൻ്റൽ സർജൻ എന്നുള്ള ലേവലിലാണ് ഇദ്ദേഹം ഈ ക്ലിനിക്ക് നടത്തുന്നതും ദേവമാതാ ഹോസ്പിറ്റലിൽ സ്പെഷ്യൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി എൻക്വയറി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 30-ാം തീയതി, കഴിഞ്ഞ 30 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 30-ാം തീയതിയാണ് ഞങ്ങൾ ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ലെറ്റർ അയക്കുന്നത്. അതുപോലെ തന്നെ കേരള ഡെൻ്റൽ കൗൺസിലിലും ഞങ്ങൾ ലെറ്റർ അയച്ചു. അവിടുന്ന് ഈ കഴിഞ്ഞ മെയ് 18-ാം തീയതി 2/16 റിപ്ലൈ വന്നിട്ടുണ്ട്. അതായത് രജിസ്ട്രാർ KDCയുടെ മെയിലിൽ നിന്നും റിപ്ലൈ വന്നിട്ടുണ്ട്. ആ റിപ്ലൈയിൽ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ രാജീവ് മാത്യു കേരള ഡെൻ്റൽ കൗൺസിലിൽ MDS രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. വളരെ ക്ലിയർ കട്ടായിട്ടുള്ള മറുപടി വന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ MDS രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് വെബ്സൈറ്റിൽ കിട്ടുന്നുണ്ട്. അതായത് ഇന്ത്യയിലല്ലാത്ത MDS എടുത്തിരിക്കുന്ന, നമുക്കറിയാം ഇപ്പോൾ വേണമെങ്കിൽ സോമാലിയെന്നോ അതുമല്ലെങ്കിൽ ഉഗാണ്ടയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ പെട്ടിക്കടയിൽ നിന്നൊക്കെ പല വ്യാജ സർട്ടിഫിക്കറ്റുകളും കിട്ടും. അപ്പോൾ അത്തരം സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആർക്ക് ഏത് 3-ാം ക്ലാസ് വരെ പഠിച്ചവന് വേണമെങ്കിലും ഇവിടെ എത്ര വലിയ IAS കാരനോ അല്ലെങ്കിൽ MBBS MDയോ എന്ത് ഡിഗ്രി വേണമെന്നെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് അവകാശപ്പെടുത്തിട്ട് ഇവിടെ പല കാര്യങ്ങളും ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് അനുവദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് DCI ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു അംഗീകാരം വേണം. ഒന്നുകിൽ വിദേശ സർവകലാശാലകളിൽ പഠിച്ചു വന്ന ഈ സർട്ടിഫിക്കറ്റുകൾക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും, അംഗീകാരമുള്ള സർവകലാശാലകളിലെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും ഇന്ത്യയിൽ ഒരു DCIയുടെ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തണം. ആ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സിങ്ങാണ്. അതുപോലെ തന്നെ ആ ടെസ്റ്റിൽ പാസ്സാകണം. പാസ്സായ പോരാ, ജസ്റ്റ് പാസ് പോരാ, 50% മാർക്കോടെ പാസ്സാകണം. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കടമ്പകൾ കടന്നെങ്കിൽ മാത്രമേ ഈ വ്യക്തിക്ക് ഈ ഡെൻ്റൽ കൗൺസിൽ ഓഫ് കേരളയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും കാലമായിട്ട് രജിസ്റ്റർ ചെയ്യാതെ. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ MDS എന്ന വ്യാജ ഡിഗ്രിയിൽ വ്യാജ ഡോക്ടറായിട്ട് ഈ വ്യക്തി വ്യാജ ബോർഡ് വെച്ച് വ്യാജ ബോർഡും വെച്ചാൽ, അതെ, വെബ്സൈറ്റിലും ബോർഡിലും എല്ലാം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ അത് ആഡ് ചെയ്യുന്നുണ്ട്. വെച്ചുകൊണ്ട് ഈ 20 വർഷക്കാലം ഇവിടെയുള്ള പൊതുസമൂഹത്തെ വളരെ ക്രൂരമായിട്ട് ഇദ്ദേഹം
ഈ രീതിയിൽ സേവനം അനുഷ്ഠിക്കുകയാണ്. സേവനമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൃഗീയമായിട്ട് വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ്. അതുപോലെ അതിനേക്കാളെല്ലാം ഉപരി അതിക്രൂരമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ, ഈ ഓപ്പറേഷനിലൊക്കെ എന്തെല്ലാം അപകടങ്ങൾ പലർക്കും പറ്റിയിട്ടുണ്ടാകും. ഇതിനോടകം പലരും മരിച്ചു പോയിട്ട് വരെ ഉണ്ടാവാം. നമുക്കൊന്നും അറിയില്ല. കാരണം വളരെയധികം ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇത് സംബന്ധിച്ച് ഇത്രയും ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗവൺമെൻറ്റിനെ അറിയിക്കണം എന്ന് തോന്നി. ഞങ്ങൾ അപ്പം തന്നെ ഇത് ഗവൺമെൻറ്റിലേക്ക്, അതായത് കേരള ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ ഈ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആരോഗ്യ വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ DGPക്ക് നേരിട്ട് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ K. മുരളീധരൻ്റെ ഓഫീസിൽ പോയി നേരിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. അതുപോലെ തന്നെ കേരള DGP പോലീസ് ചീഫിന് അദ്ദേഹത്തിന് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി വേണമെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയിലൂടെ ഒന്ന് വായിക്കാമെന്നുണ്ട്, പെട്ടെന്ന് വായിച്ചു പോകാം. അതായത് ഇതാണ് ബഹുമാനപ്പെട്ട DGPക്ക് വിഷയം. കൂത്താട്ടുകുളത്ത് കഴിഞ്ഞ് 20 വർഷമായി വ്യാജ MDS ഡിഗ്രിയുമായി പ്രാക്ടീസ് ചെയ്യുന്ന രാജീവ് മാത്യു എന്ന വ്യാജ ദന്തൽ സർജനെതിരെ ഉടൻ നടപടി സ്വീകരിച്ച് ശിക്ഷ ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള പരാതി. ബഹുമാനപ്പെട്ട സാർ, എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് ഡെൻറ്റ് കെയർ ഡെൻ്റൽ ക്ലിനിക് എന്ന പേരിൽ ക്ലിനിക്ക് നടത്തി വരുന്ന ശ്രീ രാജീവ് മാത്യു എന്ന വ്യക്തി താൻ ഒരു MDS, അതായത് മാസ്റ്റർ ഓഫ് ഡെൻ്റൽ സർജറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആണെന്ന് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞ 20 വർഷത്തിലേറെയായി ദന്തചികിത്സ നടത്തി വരുന്നു എന്ന വിവരം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കൂടാതെ കൂത്താട്ടുകുളത്തുള്ള പ്രശസ്തമായ ദേവമാതാ ഹോസ്പിറ്റലിൽ സ്പെഷ്യൽ ഡെൻ്റൽ സർജൻ എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്യുന്നതായും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചികിത്സാ പിഴവുകളെക്കുറിച്ചും യോഗ്യതയെക്കുറിച്ചും പൊതുസമൂഹത്തിൽ സംശയം ഉയർന്ന സാഹചര്യത്തിൽ നടത്തിയ വിശദമായ ഞങ്ങളുടെ അന്വേഷണത്തിൽ താഴെ പറയുന്ന ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തു വരുന്നു. 1. കേരള ഡെൻ്റൽ കൗൺസിലിൽ MDS ആയി രജിസ്ട്രേഷൻ ഇല്ല. ഇദ്ദേഹം കേരള ഡെൻ്റൽ കൗൺസിലിൽ MDS ഡോക്ടറായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കൗൺസിൽ രജിസ്ട്രാറിൽ നിന്നും രേഖാമൂലം മറുപടി ലഭിച്ചിട്ടുണ്ട്. ആ രേഖയുടെ പകർപ്പ് ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നു. 2. DCI യോഗ്യതകളൊന്നും ഇല്ല. ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ DCI നിഷ്കർഷിക്കുന്ന യാതൊരു യോഗ്യതയും ഇദ്ദേഹത്തിനില്ല. അതായത് എ. വിദേശ സർവകലാശാലയിലെ MDS ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും അതിന് DCI അംഗീകാരം വേണം. ബി. DCI നടത്തുന്ന ഫോറിൻ ഡെൻ്റൽ സ്ക്രീനിംഗ് ടെസ്റ്റ് പാസ്സാകണം. സി. FDST, അതായത് ഫോറിൻ ഡെൻ്റൽ സ്ക്രീനിംഗ് ടെസ്റ്റ് പരീക്ഷയിൽ 50% മാർക്ക് നേടണം. മേൽ പറഞ്ഞ യോഗ്യതകളൊന്നും ഇല്ലാതെയാണ് ഇദ്ദേഹം MDS സ്പെഷ്യലിസ്റ്റ് എന്ന പേരിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. പൊതുജനാരോഗ്യത്തിന് ഭീഷണി, യോഗ്യതയില്ലാതെ വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ 20 വർഷമായി ആയിരക്കണക്കിന് രോഗികളുടെ വായിലും പല്ലിലും സർജറി നടത്തിയിട്ടുണ്ട്. ഇത് ഗുരുതരമായ മെഡിക്കൽ നെഗ്ലിജൻസും ക്രിമിനൽ കുറ്റവുമാണ് ആവശ്യങ്ങൾ. അതിനാൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന നിലയിൽ താങ്കളോട് പറയുന്ന അടിയന്തര നടപടികൾ അഭ്യർത്ഥിക്കുന്നു. 1. ശ്രീ രാജീവ് മാത്യുവിൻ്റെ ഡെൻ്റ് കെയർ ഡെൻ്റൽ ക്ലിനിക് ഉടൻ സീൽ ചെയ്ത് പ്രവർത്തനം നിർത്തിവെക്കണം. 2. ദേവമാതാ ഹോസ്പിറ്റലിലെ സ്പെഷ്യൽ ഡെൻ്റൽ സർജൻ പദവിയിൽ നിന്നും ഇദ്ദേഹത്തെ ഉടൻ നീക്കം ചെയ്യാൻ ഹോസ്പിറ്റൽ അധികാരികൾക്ക് നിർദ്ദേശം നൽകുക. 3. കേരള ഡെൻ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് IPC വകുപ്പുകൾ പ്രകാരം ഇദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് നിയമപരമായി ശിക്ഷ ഉറപ്പാക്കുക. 4. സംസ്ഥാനത്ത് ഇതുപോലെ വ്യാജ യോഗ്യതയുമായി പ്രാക്ടീസ് ചെയ്യുന്ന മറ്റു ഡോക്ടർമാർ ഉണ്ടോ എന്ന് ആരോഗ്യവകുപ്പും ഡെൻ്റൽ കൗൺസിലും സംയുക്തമായി പരിശോധന നടത്തുക. പൊതുജനത്തിൻ്റെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ ഗുരുതരമായ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഞങ്ങൾ DGPക്ക് നൽകിയിരിക്കുന്ന പരാതി. ഇത് ഞങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്കും വെക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം കൂത്താട്ടുകുളത്താണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ പോലും കൂടെ കൂത്താട്ടുകുളത്തിൻ്റെ പരിസര പ്രദേശങ്ങളായ കൂത്താട്ടുകുളം, തൊടുപുഴ, മൂവാറ്റുപുഴ, രാമപുരം, പാല, അതുപോലെ തന്നെ മറ്റ് പല കോട്ടയത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ടാവാം. കാരണം ഇദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് സർജൻ ആണ് എന്നുള്ള ലേബലിലായിരുന്നു ഈ 20 വർഷക്കാലം. കൂടാതെ പുള്ളി വെബ്സൈറ്റ് വഴി പുള്ളി പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങളെ വളരെയധികം ആകർഷിക്കുന്നുണ്ട്.
മുറി വൈദ്യന്മാർ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ വളരെയധികം മുറി വൈദ്യന്മാരുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം സലീംകുമാറിൻ്റെ ആ ഒരു മരണം ഈ കേരളത്തിലുള്ള ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചതാണ്. അപ്പോൾ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുമ്പുള്ളൊക്കെ കഴിഞ്ഞ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ സലീംകുമാർ പറഞ്ഞ കുറച്ച് അഭിമുഖങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് കരൾ രോഗമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം മുറി വൈദ്യന്മാരെ സമീപിക്കേണ്ട വന്നത് വഴി വളരെയധികം ദുരനുഭവങ്ങൾ ഉണ്ടായുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു വാർത്ത ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ഇത് വളരെയധികം ജീവനെ തന്നെ ഹനിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യമുള്ള കാരണമാണ് ഈ വാർത്തകൾ ഞങ്ങൾ കൊടുക്കുന്നത്. കാരണം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. വാർത്തകൾ നിങ്ങളെ എത്തിച്ചില്ലെങ്കിൽ അത് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. എന്താണെങ്കിലും MDS എന്ന ഒരു സർട്ടിഫിക്കറ്റ് വ്യാജമാണ്. അതിൻ്റെ ലേബലിൽ അദ്ദേഹം ഒരു സീനിയർ സർജൻ എന്ന നിലയിൽ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്. അതും വളരെ ക്രിമിനൽ കുറ്റവുമാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. നടപടി സ്വീകരിക്കും. കാരണം ഗവൺമെൻറ്റിന് അതിനുള്ള ഇച്ഛാശക്തിയുണ്ട്. കാരണം പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പൊതുജന ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഇത്തരം വ്യാജ ഡോക്ടർമാരെ പൊതുസമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് വ്യാജ ഡോക്ടർ. ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഇപ്പോൾ സോമാലിയെന്നോ അല്ലെങ്കിൽ ഉഗാണ്ടെന്നോ ഒക്കെ പെട്ടിക്കടകളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, ഈ അടുത്തിടെ ഞങ്ങളുടെ പോലും മലപ്പുറത്ത് ഏതാണ്ട് 10,000-കണക്കിന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും എന്ത് വേണമെങ്കിലും ആകാമല്ലോ. അപ്പോൾ അങ്ങനെ അത് ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. അത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ഉന്നത അധികാരികൾക്ക് ഞങ്ങൾ സബ്മിറ്റ് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ വീഡിയോയിൽ വന്ന് ഇനി നിങ്ങളെ ഹരാസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ചാനലിനെതിരായിട്ട് നിങ്ങൾ പരാതിപ്പെട്ടു കഴിഞ്ഞാലും അതും ബാക്കിയുള്ള നടപടികളായിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നതായിരിക്കും. ഒന്നും വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പൊതുസമൂഹത്തിനോട് അറിയിക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾ അവയർനെസ് ആവുക. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും നീതിന്യായ വ്യവസ്ഥയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക. ഇത് മാത്രമാണ് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. നന്ദി.